ഇന്നത്തെ വചനചിന്ത സകല പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ. ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ജീവിതത്തിൽ സകല പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. വിശ്വാസ ജീവിതത്തിൽ ഇനി ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ച് ഭാരപ്പെടുമ്പോൾ ഓർക്കുക, ഭക്തനായ ദാനിയേലിനോട് കൂടെ സിംഹക്കൂട്ടിൽ ഇറങ്ങി വന്ന് ഭക്തനായ ദാനിയേലിനെ സിംഹക്കൂട്ടിൽ നിന്ന് രക്ഷിച്ച ദൈവം താങ്കളുടെ കൂടെയുണ്ട്. ഭക്തനായ ദാനിയേലിനെ വിടുവിച്ച ദൈവം താങ്കളെയും വിടുവിപ്പാൻ ശക്തനാണ്. ചിലപ്പോൾ സാധ്യതകൾ മുഴുവൻ അസ്തമിച്ചേക്കാം. ഇനി മുന്നിൽ ഒരു വഴിയും കണ്ടില്ലെന്ന് വരാം. എന്നാൽ ചെങ്കടൽ പാത ഒരുക്കിയ ദൈവത്തിന് ഇന്നും താങ്കൾ അഭിമുഖീകരിക്കുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ വഴി തുറപ്പാൻ ശക്തിയുണ്ട്. ഈ ലോകത്തിലെ പൈശാചിക ശക്തികൾക്കോ അധികാരികൾക്കോ യാതൊരു ദുഷ്ടശക്തികൾക്കോ ദൈവം നട്ടതിനെ പറിച്ചു കളയുവാൻ സാധ്യമല്ല. ദൈവം നട്ടത് വളരും, ദൈവം നട്ടത് പടരും. ദൈവം നട്ടതിനാലാണ് ദൈവം പരിപാലിക്കുന്നത്. ദൈവം നട്ടത് ഫലം കായ്ച്ചു കൊണ്ടേയിരിക്കും. ഭക്തനായ അബ്രഹാമിനെ ദൈവം നട്ടതാണ്. ഭക്തനായ അബ്രഹാം നോക്കിയത് ദൈവത്തെ മാത്രമായിരുന്നു. എന്നാൽ അബ്രഹാമിൻ്റെ കൂടെ വന്ന ലോത്ത് നോക്കിയത് ദൈവത്തെ ആയിരുന്നില്ല. ഭക്തനായ അബ്രഹാമിനെ നോക്കി ഇറങ്ങി. ദൈവത്തെ നോക്കി ഇറങ്ങിയ അബ്രഹാം പ്രതികൂലങ്ങളിലും കഷ്ടതകളിലും സന്തോഷത്തോടുകൂടെ സകലത സ്വീകരിച്ച് ദൈവത്തെ പിൻപറ്റി. പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സ്ഥാനത്ത് ദൈവം ഭക്തരെ കരം പിടിച്ച് മുന്നോട്ട് നടത്തി. എന്നാൽ മനുഷ്യനെ കണ്ടിറങ്ങിയ ലോത്ത് പകുതി വഴിയിൽ വലഞ്ഞുപോയി. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവമാണോ താങ്കളെ നട്ടത്? താങ്കളെ വളരുമാറാക്കുന്ന ദൈവമാണ്. താങ്കളുടെ വളർച്ചയെ തടയുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് സാധ്യമല്ല. ആറ്റരികെ നട്ടിരിക്കുന്ന വൃക്ഷം തക്കകാലം ഫലം കായ്ക്കും. എത്ര വെയിൽ തട്ടിയാലും ഒരു കേടും സംഭവിക്കുകയില്ല, ഇല വാടിപ്പോകുകയില്ല. ആറ്റരികയാണ് ദൈവം നട്ടിട്ടുള്ളതെങ്കിൽ ഇല വാടാതെ നല്ല ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടാൽ താങ്കളെ തകർക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും നല്ല ഫലം കായ്ക്കുന്ന താങ്കളെ നശിപ്പിക്കുവാൻ ആർക്ക് സാധ്യമല്ല. തോട്ടക്കാരൻ തൻ്റെ തോട്ടത്തെ വേലി കെട്ടി സംരക്ഷിക്കുന്നത് പോലെ കർത്താവ് താങ്കളെ ചിറകിൻ്റെ കീഴിൽ മറയ്ക്കുന്നു. അതിനാൽ താങ്കളുടെ ജീവന് എത്ര ഭീഷണി നേരിടുന്ന സാഹചര്യമാണെങ്കിൽ പോലും ദൈവത്തെയാണോ സേവിക്കുന്നത്, യാതൊരു ശത്രുവും താങ്കളെ തൊടുകയില്ല. ബലഹീനമായ സാഹചര്യങ്ങളിൽ കർത്താവ് ശക്തിപ്പെടുത്തും. യെരമ്യാ പ്രവചന പുസ്തകം 33-6 ഇപ്രകാരം വായിക്കുന്നു: ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യുമെന്ന്. നാം ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മാധുര്യമേകണം. കാരണം നാം ജീവിക്കുന്ന ഈ ഭൂമിയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും നാം മാറ്റപ്പെടാം. ഒരു ജീവൻ വരുന്നുണ്ടെന്ന കാര്യം 9 മാസം മുമ്പേ അറിയുവാൻ സാധിക്കുന്നു. എന്നാൽ ഒരു ജീവൻ പോകാറായെന്ന് 9 സെക്കൻഡ് മുമ്പ് പോലും അറിയാൻ സാധിക്കുന്നില്ല. ആകയാൽ നന്മ ചെയ്ത് ജീവിക്കണം. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം താങ്കളെ യോഗ്യനാക്കിയെങ്കിൽ ദൈവം നൽകിയ യോഗ്യതകൾക്ക് അയോഗ്യത കൽപ്പിക്കുവാൻ ഈ ലോകത്തിലാകെ സാധ്യമല്ല. ഒരുപക്ഷെ ശത്രുവിൻ്റെ മുന്നിൽ താങ്കൾ നിൽക്കുമ്പോൾ ശത്രു താങ്കളുടെ മുന്നിൽ വന്ന് വാദിക്കാം, അയോഗ്യത കൽപ്പിക്കാം. എന്നാൽ ദൈവം താങ്കളെ സകലത്തിലും മതിയാക്കുവാൻ ശക്തനാണ്. ദൈവം താങ്കളുടെ കണ്ണുനീരിന് മറുപടി നൽകി താങ്കളെ ശ്രേഷ്ഠമായി അനുഗ്രഹിക്കും. ഈ ലോകത്തിൽ കർത്താവ് യേശുക്രിസ്തുവിലൂടെ മാത്രമേ വീണ്ടെടുപ്പ് ലഭിക്കുന്നുള്ളൂ. ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നവർക്കും ദൈവത്തോട് മത്സരിക്കുന്നവർക്കും ഒരു രാജ്യവും അവകാശമാകുവാൻ സാധിക്കുകയില്ല. കാരണം വീണ്ടെടുപ്പ് യേശുവിലൂടെ മാത്രമാണ്. കർത്താവ് വരുവാൻ സമയമായി. പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നു. പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ദൈവം കൂടെയുണ്ട് എന്നോർത്ത് ശക്തിപ്പെടണം. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ വിശുദ്ധ ജീവിതം നാം നയിക്കണം. ഭക്തനായ ഹാനോക്ക് വിശുദ്ധ ജീവിതം നയിച്ചിരുന്നു, ദൈവത്തോട് കൂടെ നടന്നു. ഭക്തനായ നോഹ, ഉൽപ്പത്തി പുസ്തകം 8-9 വായിക്കുമ്പോൾ ഭക്തനായ നോഹയും ദൈവത്തോട് കൂടെ നടന്നു, വിശുദ്ധ ജീവിതം നയിച്ചിരുന്നു. ഭക്തനായ നോഹയുടെ കാലഘട്ടത്ത് ഒരു ഭാര്യയെ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. നോഹയുടെ ഭാര്യയും മക്കളും 8 പേർ ദൈവമൊരുക്കിയ പെട്ടകത്തിനകത്ത് കയറിയെങ്കിൽ. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, സകല പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ
വിശുദ്ധിയോടെ വിശ്വസ്തയോടുകൂടെ കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.